ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ നല്ല മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ് ഇന്ന്. ഇപ്പോൾ സമയം 1:30 നിക്ക് ജസ്റ്റ് ഇതാ ഷിഫ്റ്റിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം, പിന്നെ കുറച്ച് ഇവിടെ വീട്ടിൽ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഫുഡ് കഴിക്കട്ടെ. ഇനി നമുക്ക് കഴിക്കാനായിട്ട് ചോറും ബീഫ് കറിയാണ് കേട്ടോ. നല്ല ബീഫ് വരട്ടിയതുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കഴിച്ചു. പിന്നെ എൻ്റെ പണികളൊക്കെ പയ്യെ പയ്യെ ഒതുക്കി ഞാൻ കറി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഞാൻ വരുമ്പോൾ നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും ഞാൻ വന്ന് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണമല്ലോ. അപ്പോൾ ഇത് ചെയ്ത് പോയാൽ എളുപ്പമാണല്ലോ എന്ന് ഓർത്തിട്ട് കപ്പ കറിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി കറക്റ്റ് ഞാനൊരു 5 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടോ. ഇന്നലത്തെ മഴ കഴിഞ്ഞതോടുകൂടി ക്ലൈമറ്റിന് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. തണുപ്പിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നല്ല കൂടി, ഭയങ്കര കാറ്റും ഒക്കെ ആയിട്ട് വളരെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന്. സത്യം പറഞ്ഞാൽ ഇന്ന് പോകണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ക്ലൈമറ്റ് വന്നപ്പോൾ എനിക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ കൊള്ളാം എന്ന് തോന്നി. ഞാനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 സ്ഥലങ്ങളാണ് കോർണിഷും ലൂസയിലും. എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എനിക്ക് അവിടെ പോയിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. എത്ര പോയാലും എനിക്ക് മടുക്കില്ല. അപ്പം ഞാൻ കോർണിഷിലേക്കാണ് പോയത്. ഒറ്റയ്ക്ക് പോകുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ വന്നിങ്ങനെ ഇരുന്ന് നമ്മുടെ ടെൻഷനും വിഷമമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ഫ്രഷായി നല്ല റിലാക്സ് ആയിട്ട് പോകാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഞാനതിപ്പോൾ പയ്യെ പയ്യെ എൻജോയ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഒരു 1.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഞാൻ തിരിച്ചു പോവാണ്. ഇത് ബോട്ട് ഞാൻ ഇതിന് മുന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 റിയാൽ പെർ പേഴ്സൺ എന്തോ ആണ്. നമുക്ക് റൈഡൊക്കെ തരും, പാട്ടൊക്കെ വെച്ചിട്ട് അവർ കൊണ്ടുപോകും. അങ്ങനെ ഇത് ഒരുപാടുണ്ട് കേട്ടോ അവിടെ ആ സ്ഥലത്ത്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. നല്ല കാറ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജാക്കറ്റോ തൊപ്പിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി. നല്ല കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു അംബ്രല്ല പാർക്കിലേക്ക് വന്നു. ഇതും എൻ്റെ വീഡിയോസിൽ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം നമുക്ക് മെട്രോ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ കൂടി നടന്നിട്ട് ഈ അംബ്രല്ല പാർക്കിൽ വന്നു. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് മെട്രോയിൽ കയറേണ്ടത്. ഇതിൽ വരുമ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ നടക്കാൻ നോക്കാറുണ്ട് കേട്ടോ. നല്ല രസമല്ലേ നടക്കാനായിട്ട്. അങ്ങനെ ഞാൻ മെട്രോയിൽ കയറി. ഇപ്പോൾ നമ്മൾ കോർണിഷിൽ നിന്നാണ് കയറുന്നത്. ഇനി ഞാൻ പോകുന്നത് വീട്ടിലേക്കല്ല, എയർപോർട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. നിക്കി അവിടെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് നിക്കിയുടെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഫ്രഷായി. കാരണം കുറേ നേരം അവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്നപ്പോൾ മുടിയൊക്കെ ആകെ അലമ്പായിട്ടിരിക്കുമായിരുന്നു. ട്രെയിനിൽ കയറിയിട്ടാണെങ്കിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഹമദ് എയർപോർട്ട്. ഇപ്പം ഞാൻ അവിടെ ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. നികിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. കാരണം അവിടെയാണ് ഇന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ 7:30ക്ക് എത്തിയിട്ടോ. 10 മണിക്കാണ് നികി ഇറങ്ങുന്നത്. പിന്നെ അവിടെ ഇരുന്ന് അധികം വീഡിയോസൊന്നും എടുത്തില്ല, കാരണം വർക്കിലായതുകൊണ്ട്. 2-2.5 മണിക്കൂർ പോസ്റ്റായിരുന്നു. എനിക്ക് തലവേദന വരെ എടുക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ സൈഡായിട്ടുണ്ടായിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. പിന്നെ ഒരു കണക്കിന് 10 മണിയാക്കി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണെന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.